വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലെ ബ്ലഡ് ലൈൻ വേഴ്സസ് കോഡി സെറ്റ് തമ്മിലുള്ള സ്റ്റോറി ലൈനിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് അപ്ഡേറ്റുകളാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലെ സെഗ്മെൻറ്റിൻ്റെ ഭാഗമായി ബ്ലഡ് ലൈൻ ഗ്രൂപ്പും റോക്കും ആദ്യം റിങ്ങിലേക്ക് വരുന്നു. പതിവ് പോലെ ബ്ലഡ് ലൈൻ്റെ ആ ഒരു സെഗ്മെൻറ്റ് ആരംഭിക്കുന്നു. അവിടേക്ക് കോഡി റോഡ്സും വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്ത് റോളിൻസും കയറി വരുന്നുണ്ട്. ക്രൗഡിൻ്റെ ഇടയിലൂടെയാണ് അവർ ഇറങ്ങി വരുന്നത്. സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ റിങ്ങിന് ചുറ്റും ഉണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു സെഗ്മെൻറ്റ് കടക്കുന്നത്, അതായത് റോക്കിൻ്റെ ചലഞ്ചിന് കോഡിയും സെത്ത് എന്ത് മറുപടി കൊടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ കോഡി റോഡ്സ് ആ ഒരു ചലഞ്ചിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു. പിന്നീട് റോക്ക് അവിടെ പെട്ടെന്ന് ചാടിക്കയറിക്കൊണ്ട് നീ അധികം സംസാരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് കോഡിയെയും സെത്തിനെയും കളിയാക്കുന്നുണ്ട്. അവർക്കെതിരെ നല്ല രൂക്ഷമായ ഒരു മറുപടി തന്നെയാണ് റോക്കിൻ്റെ ഭാഗത്ത് നിന്ന് പിന്നീട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അവിടെ കുറേ അധികം നേരം സംസാരിക്കാതെ നിന്ന സെത്ത് അവസാനം റോക്കിന് എതിരെ തട്ടി കയറുന്നതും അവസാനം മാച്ച് ഒഫീഷ്യലി ആക്സെപ്റ്റ് ചെയ്യുന്നതായി സെത്ത് പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിച്ചു. അങ്ങനെ സ്മാക്ഡൗണിൻ്റെ മെയിൻ ഇവൻറ്റിലൂടെ റസൽമേനിയയുടെ ആദ്യത്തെ ദിവസത്തിലെ മെയിൻ ഇവൻറ്റ് മത്സരം ബ്ലഡ് ലൈൻ ഗ്രൂപ്പിലെ റോക്കും റോമൻ റീൻസും ഒരു ടീമായിക്കൊണ്ട് സെത്തിനെയും കോഡിയെയും ഒരു ടാഗ് ടീം മത്സരത്തിൽ നേരിടും എന്നുള്ള ആ ഒരു മാച്ചും ഒഫീഷ്യലി കൺഫേം ചെയ്യുന്നുണ്ട്. സ്റ്റിപ്പുലേഷനും ആഡ് ചെയ്തിട്ടുണ്ട്. റോക്കിൻ്റെ ടീമാണ് വിജയിക്കുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസത്തിൽ മെയിൻ ഇവൻറ്റിൽ നടക്കാൻ പോകുന്ന റോമൻ വേഴ്സസ് കോഡി തമ്മിലുള്ള മത്സരം ബ്ലഡ് ലൈൻ റൂൾസ് മത്സരം ആയിരിക്കും എന്നുള്ളതാണ്. എന്നാൽ കോഡിയുടെ ടീമാണ് വിജയിക്കുന്നത് എന്നുണ്ടെങ്കിൽ മത്സരത്തിൽ ബ്ലഡ് ലൈനിലെ അംഗങ്ങളൊന്നും വരില്ല എന്നുള്ളതും റോക്കും ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാച്ചും ആദ്യത്തെ ദിവസത്തിലേക്ക് റസൽമേനിയ 40 കൺഫേം ചെയ്യുന്നതോടുകൂടി ആ ഒരു സെഗ്മെൻറ്റ് അവസാനിക്കുമെന്നാണ് നമ്മൾ കരുതിയത് എന്നുണ്ടെങ്കിലും അവസാനം കോഡി റോക്കിൻ്റെ മുഖത്ത് സ്ലാബ് ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് സ്മാക്ഡൗൺ പെട്ടെന്ന് അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. ഈ ഒരു സ്റ്റോറി ലൈനിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് അപ്ഡേറ്റുകൾ, സെത്ത് ഈ ഒരു ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്തത് അതിനുശേഷം റോക്ക് പറയുന്നുണ്ട് കോഡിക്ക് പകരം സെത്താണോ ഈ ഒരു സ്റ്റോറി ലൈനിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ നീ ആക്സെപ്റ്റ് ചെയ്യേണ്ടതിന് പകരം സെത്താണോ ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതേ ഒരു തന്ത്രം തിരിച്ചും അവർ പ്രയോഗിക്കുന്നുണ്ട്. ആരാണ് റിയൽ ട്രൈബൽ ചീഫ്, റോമൻ ആണോ റോക്കാണോ എന്ന് ചോദിച്ചുകൊണ്ട്. റോക്കാണ് എല്ലാവിധ പ്രൊമോയും നടത്തുന്നത്, റോമൻ വെറും സൈഡ് ലൈനിൽ മാത്രമാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ തന്ത്രം അവർക്കെതിരെയും പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് ഗ്രൂപ്പിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് അവർ സ്മാക്ഡൗണിൽ കാണിക്കുന്നുണ്ട്. സെത്ത് കോഡിയെയോ റോക്ക് റോമനെയോ അല്ലെങ്കിൽ റോമൻ റോക്കിനെയോ ചതിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്റ്റോറി അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി വരുന്ന റോയിലും സ്മാക്ഡൗണിലും ഇതേ രീതിയിൽ തന്നെ ഈ ഒരു ട്രാക്കിൽ തന്നെ ആരെങ്കിലുമൊക്കെ ചതിക്കാൻ സാധ്യത ഉണ്ടെന്ന് ബിൽഡ് ചെയ്തിട്ടായിരിക്കും റസൽമേനിയയിലേക്ക് അവർ ഈ ഒരു മാച്ച് ആദ്യ ദിവസത്തിലേക്ക് എത്തിക്കുക. ആ ഒരു മത്സരത്തിൻ്റെ അവസാനം ചിലപ്പോൾ നമുക്ക് ഈ ഒരു ടേൺസ് കാണാൻ സാധിച്ചില്ലെങ്കിലും രണ്ടാമത്തെ ദിവസത്തിൽ റോക്ക് റോമനെയോ അല്ലെങ്കിൽ സെത്ത് വന്ന് കോഡിയെയോ ആക്രമിക്കും എന്നുള്ളത് നമുക്ക് ഏകദേശം ഉറപ്പ് പറയാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാവിധ സാധ്യതകളും സൂചനകളും ഈ ഒരു സെഗ്മെൻറ്റിലൂടെ നൽകിയിട്ടുണ്ട്. റസൽമേനിയ നൈറ്റ് 1 കൺഫേം ചെയ്ത മത്സരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻസ് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.